ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയുടെ ജനാധിപത്യത്തിലും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും വിശ്വാസമില്ലെങ്കിൽ രാജിവെച്ച് പോകാനാണ് ബി ആവശ്യപ്പെടുന്നത്. കാരണം അത് ഒരു പരിധിവരെ ശരിയുമാണ്. അദ്ദേഹം അമേഠിയിലും അദ്ദേഹം റായ്ബറേലിയിലും എല്ലാം വിജയിക്കുമ്പോൾ അത് ജനാധിപത്യത്തിന്റെ വിജയം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ കോൺഗ്രസ് വിജയിച്ചപ്പോൾ അത് സ്നേഹത്തിന്റെ കട. മാസങ്ങൾ കഴിഞ്ഞ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വൻ പരാജയമായിരുന്നു ലഭിച്ചത്. അപ്പോൾ അത് അട്ടിമറി. തീർച്ചയായിട്ടും ഒരു പരസ്പര ബന്ധമില്ലാത്ത ജൽപ്പനങ്ങൾ നടത്തുന്നത് പോലെയാണ് രാഹുലിൻ്റെ ഈ ഓരോ വാക്കുകളും മറ്റുള്ളവർക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ അത് തെറ്റാകില്ല. ഇവിടെ ഇപ്പോൾ ഒരു കാര്യം തന്നെ കോൺഗ്രസുകാർ ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണം, വാരണാസിയിൽ നരേന്ദ്രമോദി ആദ്യഘട്ടത്തിൽ പിന്നിട്ട് നിന്നു. അപ്പോൾ നാം സംസാരിക്കുന്ന തിരുവനന്തപുരത്ത് തന്നെ മണിക്കൂറുകളോളം രാജീവാണ് മുന്നിൽ നിന്നത്. അപ്പോൾ ശശി തരൂർ അട്ടിമറിയിലൂടെയാണ് വിജയിച്ചത്. അല്ല, ഇത് കോൺഗ്രസ്സുകാർക്ക് ഒന്നാമത്തെ കാര്യം, കോൺഗ്രസിനെ ഇപ്പം നയിക്കുന്നത് ആരാ? അത് തന്നെ കോൺഗ്രസ്സുകാർക്ക് പോലും നിശ്ചയമില്ല. ഈ രാഹുൽ അവരുടെ അനിഷേധ്യനായ നേതാവാണ് എന്നൊക്കെ പറയുന്നത് ഈ വാസ്തവത്തിൽ കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. ഒരു പക്ഷേ നെഹ്റു കുടുംബത്തിലുള്ള ആരെങ്കിലും അല്ല കോൺഗ്രസിനെ നയിക്കാൻ വരുന്നതെങ്കിൽ കോൺഗ്രസ് ഇന്നീ കാണുന്ന കോൺഗ്രസ് ആയിട്ട് നിൽക്കില്ല. അതൊരു പക്ഷേ ഛിന്ന ഭിന്നമായി പോകും. ഈ ഭയം കോൺഗ്രസ്സുകാർക്കെല്ലാം ഉണ്ട്. അത് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കുണ്ട്, കർണാടകയിലെ കോൺഗ്രസ്സുകാർക്കുണ്ട്, തെലങ്കാനയിലെ കോൺഗ്രസ്സുകാർക്കുണ്ട്, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പല സ്ഥലത്തും അതുണ്ട്. അതുകൊണ്ട് അവർ ഈ കോൺഗ്രസിനെ ഒറ്റക്കെട്ടായിട്ട്, കോൺഗ്രസ് എല്ലാ കാലത്തും ഒരു ആൾക്കൂട്ടമാണ്, ഒരു കേഡർ സ്വഭാവമുള്ള പാർട്ടിയല്ല. അപ്പോൾ ആ ആൾക്കൂട്ടത്തെ ഇത്തരം ചില കരിസ്മകളുള്ള വ്യക്തികളെയോ ആ കുടുംബത്തെയോ ഒക്കെ മുന്നിൽ നിർത്തിയാണ് കോൺഗ്രസിനെ നയിച്ചിരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് രാഹുലിന് മുമ്പിരുന്നത് അമ്മ സോണിയയാണെങ്കിലും സോണിയയ്ക്ക് അത്രയും ഒരു സ്വാധീനം ചെലുത്താൻ പറ്റിയില്ല. പക്ഷെ അതിനു മുമ്പ് കോൺഗ്രസ്സിലുണ്ടായിരുന്നത് പറയുന്നത് പോലെ രാജീവാണ് ആ കുടുംബത്തിൽ നിന്ന്. ഇടക്കാലത്ത് നരസിംഹറാവു വന്നെങ്കിലും നരസിംഹറാവു പ്രധാനമന്ത്രിയൊക്കെയായി, കോൺഗ്രസ് ദേശീയ അധ്യക്ഷനൊക്കെ ആയിരുന്നു. പക്ഷേ അത് വേണ്ടത്ര വിജയിച്ചില്ല, അതിനൊരു തുടർച്ചയുണ്ടായില്ല. അതുപോലെ തന്നെ രാജീവിന് മുമ്പിരുന്നത് അമ്മ ഇന്ദിരയാണ്. ഇന്ദിരയ്ക്ക് മുമ്പ് ഉണ്ടായിരുന്നത്, ഇടക്കാലത്ത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കുറച്ച് നാൾ അധികാരത്തിന് പുറത്തു പോയെങ്കിലും അതിനു മുമ്പിരുന്നത് ഇന്ദിരയുടെ കാലമാണ് അതിനു മുമ്പുണ്ടായിരുന്നത്. അതിനു മുമ്പ് ലാൽ ബഹദൂർ ശാസ്ത്രിയായിരുന്നു. ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് മുമ്പേ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ജവഹർലാൽ നെഹ്റു എത്രയോ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് തുടർന്നു. അവിടെ ഈ ജവഹർലാൽ നെഹ്റു എന്ന വ്യക്തിത്വത്തിനോട് ഇന്ത്യൻ ജനതയ്ക്കുണ്ടായിരുന്ന ഒരു താല്പര്യം അല്ലെങ്കിൽ ഒരു ബഹുമാനം, അതൊക്കെ സ്നേഹം, അതൊക്കെ അവിടെ ഘടകമായിരുന്നു. അത് ഇങ്ങനെ പതുക്കെ ഒരു ഈ പാരമ്പര്യം അല്ലെങ്കിൽ വംശമഹിമ എന്നൊക്കെ പറയുന്ന രീതിയിലാണ് ഇപ്പോൾ അത് കടന്നു വന്ന് രാഹുലിലെത്തി നിൽക്കുന്നത്. അതോടെ നിൽക്കട്ടെ, അതല്ലല്ലോ നമ്മുടെ വിഷയം. ഈ രാഹുൽ പറഞ്ഞ കാര്യങ്ങളൊന്ന് എടുത്തു നോക്കും. രാഹുൽ പറഞ്ഞു കർണാടകയിൽ ഇങ്ങനെ ഇന്ന മണ്ഡലത്തിൽ ഇതുപോലെ വോട്ട് 1,00,000-ലധികം കള്ള വോട്ടുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന വ്യാജ വോട്ടുകൾ ചേർത്തു എന്നാണ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളെല്ലാം, ഈ നടപടികളെല്ലാം നടക്കുന്നത്, വോട്ട് ചേർക്കുന്നതും വോട്ട് നീക്കം ചെയ്യുന്നതും എല്ലാം അതത് സംസ്ഥാനങ്ങളിലെ റവന്യൂ ഉദ്യോഗസ്ഥരുടെ കീഴിലാണ്. ഈ റവന്യൂ ഉദ്യോഗസ്ഥരെ ഭരിക്കുന്നത് ജില്ലാ കളക്ടറാണ്. ജില്ലാ കളക്ടറെ ഭരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാനത്തൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പറയുന്നത് പോലെ ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ ആ സ്ഥാനത്തേക്ക് വരുന്ന, തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു യോഗ്യതകൾക്കനുസരിച്ചു, സർവീസ് ചട്ടങ്ങളനുസരിച്ചും ആ സ്ഥാനത്തേക്ക് വരുന്ന ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥനായിരിക്കും, അല്ലേ? ഈ IAS ഉദ്യോഗസ്ഥൻ എപ്പോഴും സംസ്ഥാന സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നയാളാണ്. അദ്ദേഹത്തിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ടും അദ്ദേഹം റിപ്പോർട്ട് ചെയ്യേണ്ടത് അവിടെയാണെങ്കിലും ഇത് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ വരുന്ന റവന്യൂ വിഭാഗത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ നേതൃസ്ഥാനത്തിരുന്ന് പ്രവർത്തിക്കുന്ന ആളാണ് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കർണാടകയിൽ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്.
കോൺഗ്രസ് അവിടെ മിന്നുന്ന ജയമാണ് സംസ്ഥാന നിയമസഭയിലേക്ക് നേടിയത്. അതിനു മുമ്പ് ബി ജെ പിയാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. ബി ജെ പിക്കെതിരായ എന്താ പറയുക, ഭരണവിരുദ്ധ വികാരം, അത് ബി ജെ പിക്ക് വലിയ അടിയാണ് അവിടെ കൊടുത്തത്. ബി ജെ പി 66 സീറ്റിലേക്ക് ചുരുങ്ങുകയും കോൺഗ്രസ് മികച്ച ഭൂരിപക്ഷത്തിൽ അവിടെ അധികാരത്തിൽ വരികയും ചെയ്തു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടുത്തെ കാര്യങ്ങൾ ഈ പറയുന്നത് പോലെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നത് സംസ്ഥാന സർക്കാരിന് കീഴിലെ റവന്യൂ ഉദ്യോഗസ്ഥരാണ്. ആ റവന്യൂ ഉദ്യോഗസ്ഥർ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലിരുന്നു കൊണ്ട് ഈ വ്യാജ നിർമ്മിതി നടത്തി എന്നാണോ രാഹുൽ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ സിദ്ധരാമയ്യക്ക് എന്ത് പ്രസക്തി അവിടെ? അങ്ങേര് എന്തിനാ അവിടെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത്? ഡി കെ ശിവകുമാർ അവിടെ എന്തിനാ ഉപമുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയായിട്ടിരിക്കുന്നത്? ഇവരൊക്കെ വാസ്തവത്തിൽ കർണാടക സർക്കാർ രാജിവെച്ച് ഒഴിയണം, അല്ലേ? അതല്ലേ വേണ്ടത്? ഇനി നമുക്ക് തിരിച്ചിപ്പുറത്തോട്ട് വരാം. വയനാട് രാഹുൽ മത്സരിച്ച് ജയിച്ചു, അല്ലേ? റായ്ബറേലിയിൽ മത്സരിച്ച് ജയിച്ചു. അമേഠിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചു. കഴിഞ്ഞ തവണ തോറ്റുപോയതാണ്. സ്മൃതി ഇറാനിയോട് രാഹുൽ തന്നെ പരാജയപ്പെട്ടതാണ്. അമേഠി എന്ന് പറയുന്നത് രാഹുലിൻ്റെയും നെഹ്റു കുടുംബത്തിനും തീറെഴുതി കൊടുത്തതുപോലെയാണ് ഈ അമേഠിയും റായ്ബറേലിയും ഒക്കെ. റായ്ബറേലിയിൽ പണ്ട് ഇന്ദിര തോറ്റിട്ടുണ്ട്. അത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ്. ആ ചരിത്രമൊക്കെ മറന്നുകൊണ്ട് ഈ റായ്ബറേലിയിലെയും അമേഠിയിലെയും ഒക്കെ തെരഞ്ഞെടുപ്പ് ജയപരാജയങ്ങളുടെ ചരിത്രം മറന്നുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഈ സംസാരിച്ചതെന്ന് വ്യക്തം. ഇനി വയനാട് വരട്ടെ. വയനാട് എത്ര ഭൂരിപക്ഷത്തിനാണ് കോൺഗ്രസ് അവിടെ ജയിക്കുന്നത്, അല്ലേ? ഇപ്പോൾ രാഹുലും സഹോദരി പ്രിയങ്കയും ജയിച്ചത് 1,00,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ്. ചെറിയ ഭൂരിപക്ഷമൊന്നുമല്ല, വളരെ മികച്ച ഭൂരിപക്ഷമാണ്. നേരത്തെ അവിടെ നമുക്കറിയാം ഇടതുപക്ഷം ജയിച്ചിട്ടുള്ള മണ്ഡലമാണ്. 2004 LDFിൻ്റെ സ്ഥാനാർത്ഥി CPIയുടെ സ്ഥാനാർത്ഥി മത്സരിച്ച് ജയിച്ച മണ്ഡലമാണ് വയനാട്. അവിടെയാണ് ഈ 2009 മുതൽ തുടർച്ചയായിട്ട് കോൺഗ്രസ് ജയിച്ചു വരുന്നത്. ഷാനവാസ് അവിടെ 2 തവണ ജയിച്ചു. 2019 ആയപ്പോഴത്തേക്കും അവിടെ സിദ്ദിഖ് മത്സരിക്കാൻ നിന്നതാണ്. പക്ഷെ സിദ്ദിഖിനെ മാറ്റിക്കൊണ്ട് രാഹുൽ ഗാന്ധി അവിടെ വന്നു. രാഹുൽ ഗാന്ധി മികച്ച വിജയം നേടി, പക്ഷെ അമേഠിയിൽ തോറ്റു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അന്നെന്തേ ഈ അമേഠിയിലെ തോൽവിയെക്കുറിച്ച് രാഹുൽ ഒന്നും മിണ്ടാതിരുന്നത്? ആദ്യമൊക്കെ രാഹുൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെയാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴിതാ വോട്ടർ പട്ടികയായി. അപ്പോൾ ഇത് വളരെ കൃത്യമായ ഒരു ഗൂഢാലോചന സിദ്ധാന്തം ഇതിൻ്റെ പുറകിലുണ്ട് എന്ന് വ്യക്തമാണ്. നേരത്തെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറ്റം പറഞ്ഞു, അത് വിജയിക്കാതെ വന്നപ്പോൾ ഈ പറഞ്ഞതുപോലെ വോട്ടർ ഡൽഹിയിലും ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ തെളിയിക്കാൻ കഴിഞ്ഞത് കർണാടകയിലാണ്. കർണാടകയിലാകട്ടെ കോൺഗ്രസ് ആണ്. അപ്പോൾ അതിലൊരു ഗൂഢാലോചന ഉണ്ടല്ലോ. ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ തന്നെ പൂർണ്ണമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമം കർണാടകയിൽ നടന്നു എന്ന് സംശയിക്കാറുണ്ട്. തീർച്ചയായിട്ടും കർണാടകയിൽ മാത്രമല്ല, അതെല്ലാ സ്ഥലത്തും ഈ പറഞ്ഞതുപോലെ. എന്നാൽ വലിയ ഭൂരിപക്ഷത്തിന് ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ് പുറകിൽ നിന്നിട്ട് ഒരു നിയമസഭാ മണ്ഡലത്തിൻ്റെ മാത്രം മികവ് കൊണ്ട് ജയിച്ച സ്ഥലങ്ങൾ മഹാരാഷ്ട്രയിലുണ്ട്. ധുലെ എന്ന് പറയുന്ന മണ്ഡലത്തിൽ അങ്ങനെയാണ്. ഈ മലേഗാവ് ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ കോൺഗ്രസ് ജയിച്ചത് അങ്ങനെയാണ്. അവിടെ മലേഗാവ് എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് വലിയ രീതിയിൽ കോൺഗ്രസ്സിന് വോട്ട് കിട്ടുകയും അതുവരെ പുറകിൽ നിന്ന കോൺഗ്രസ് ഈ മലേഗാവ് മണ്ഡലത്തിൻ്റെ പച്ചയിൽ കയറിപ്പോവുകയും ചെയ്തു. അതുതന്നെയല്ലേ തിരുവനന്തപുരത്തും സംഭവിച്ചത്. ശശി തരൂർ നഗരമണ്ഡലങ്ങൾ എണ്ണുമ്പോൾ വളരെ പുറകിൽ നിന്ന ശശി തരൂർ കോസ്റ്റൽ നമ്മുടെ നെയ്യാറ്റിങ്കര, കോവളം, അതുപോലെ പാറശാല ഒരു അതിർത്തി ഗ്രാമമാണ്, അതിർത്തി മണ്ഡലമാണ്, തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു മണ്ഡലമാണ്. ആ 3 മണ്ഡലത്തിലെയും വോട്ട് കൊണ്ടല്ലേ ശശി തരൂർ ജയിച്ചത്. അപ്പോൾ ഈ പറയുന്ന സിദ്ധാന്തം ഇവിടെയും ബാധകമല്ലേ? ഈ കർണാടകയിലെ ഒരു മഹാദേവപുര എന്ന് പറയുന്ന മണ്ഡലത്തിലെ വോട്ടിൻ്റെ ഈ വ്യാജ വോട്ട് ആരോപണം ഇവിടെയും ബാധകമല്ലേ? ശശി തരൂരിന് ജയിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ തരത്തിൽ വ്യാജ വോട്ടുകൾ ചേർത്തു എന്ന് എതിർ സ്ഥാനാർത്ഥികൾ ആരോപിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? അപ്പോൾ ഇതിനൊന്നും യാതൊരു അടിസ്ഥാനമില്ലാത്ത ഒരു BJP പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വിശ്വാസമില്ല. കാരണം
ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചു, കയ്യിൽ തെളിവുണ്ട്, എന്നാൽ പിന്നെ എന്താ സത്യവാങ്മൂലം കൊടുക്കാത്തത്, പരാതി കൊടുക്കാത്തത്? അതൊന്നും ചെയ്യാതെ കോടതിയിൽ പോകുന്നില്ല. ഇതൊന്നും ചെയ്യാതെ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ട്, ജനങ്ങളിൽ തെറ്റിദ്ധാരണ പടർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിരന്തരം ഈ പറയുന്നത് പോലെ മറ്റേ ക്യാപ്സൂളുകൾ, CPM-കാർ ക്യാപ്സൂളുകൾ നിർമ്മിച്ചു കൊടുക്കുന്നത് പോലെ ആരോ നിർമ്മിച്ചു കൊടുക്കുന്ന, അത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും, അത് നിർമ്മിക്കുന്നത് നമ്മുടെ രാജ്യത്തല്ല, നമ്മുടെ രാജ്യത്തിന് പുറത്താണ്. അങ്ങനെ നിർമ്മിച്ചു കൊടുക്കുന്ന ക്യാപ്സൂളുകൾ ഇങ്ങനെ രാഹുൽ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിശ്വാസമില്ല, സുപ്രീം കോടതിയെ വിശ്വാസമില്ല, നമ്മുടെ ഭരണവ്യവസ്ഥയെ വിശ്വാസമില്ല, ഭരണഘടനയെ വിശ്വാസമില്ല. അങ്ങനെ വിശ്വാസമില്ലാത്ത ഒരാൾ എന്തിനാണ് ഈ ജയിച്ച് MP ആയിട്ടിരിക്കുന്നത്, പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നത്? അദ്ദേഹം രാജിവെക്കണ്ടേ? അതല്ലേ ചെയ്യേണ്ടത് മാന്യമായിട്ട്? ഇത് മുഴുവനും പൊളിയാണ്, ഞാൻ ഇതിനെ അംഗീകരിക്കുന്നില്ല. അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു മണ്ഡലത്തിൽ രാഹുലിന് അനുകൂലമായിട്ടും മറ്റൊരു മണ്ഡലത്തിൽ കോൺഗ്രസിന് അനുകൂലമായിട്ടും മറ്റൊരു മണ്ഡലത്തിൽ കോൺഗ്രസിന് പ്രതികൂലമായിട്ടും പ്രവർത്തിച്ചു എന്ന് പറയുന്നതിൻ്റെ തെറ്റല്ല. ഇനി ഏറ്റവും വലിയ ഇത് അട്ടിമറി നടന്നെങ്കിൽ BJP ഈ 240 സീറ്റിലേക്ക് ചുരുങ്ങുമായിരുന്നു. BJP ഒരു 350 സീറ്റിന് മുകളിലേക്ക് പോകണ്ടേ? അട്ടിമറി നടന്ന BJP എന്തായാലും തെറ്റ് ചെയ്യുന്നു, എന്നാൽ പിന്നെ നല്ല രീതിയിൽ അങ്ങ് ചെയ്തേക്കാം, മൃഗീയ ഭൂരിപക്ഷം കിട്ടുന്ന വിധത്തിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞ് 350 സീറ്റിന് മുകളിലേക്ക് ജയിക്കാനല്ലേ BJP ശ്രമിക്കുകയുള്ളൂ. ബുദ്ധിയുള്ള ആരും അങ്ങനെയല്ലേ ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ ഈ രാഹുൽ എന്താണ് ഈ പറയുന്നതെന്ന് രാഹുലിന് തന്നെ അറിഞ്ഞുകൂടാ. ഈ കോൺഗ്രസ്സുകാർ ഈ പറഞ്ഞതുപോലെ അവർക്ക് വേറെ പല അജണ്ടകളുണ്ട്. കോൺഗ്രസ്സിലെ ജയറാം രമേശിനെയും KC വേണുഗോപാലിനെയും പോലെയുള്ള നേതാക്കൾക്ക് വേറെ ചില അജണ്ടകളുണ്ട്. എന്ന് വെച്ചാൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു സംവിധാനം ഇങ്ങനെ നിലനിൽക്കണം, അതിൻ്റെ നിയന്ത്രണം എല്ലാ കാലത്തും കോൺഗ്രസ്സിനായിരിക്കണം, കോൺഗ്രസ്സിൽ നിന്ന് തന്നെ അതിൻ്റെ നിയന്ത്രണം രാഹുലിനായിരിക്കണം. അപ്പോൾ രാഹുലിനെ ഒരു വലിയ ബിംബമാക്കി ഉയർത്തി കാണിക്കണം, രാഹുലിനെ ഒരു വലിയ ഒരു ഐക്കണാക്കി, ഒരു അടയാളമാക്കി ഇങ്ങനെ നിലനിർത്തണം. അത് ഇവരുടെ ഒരു അജണ്ടയാണ്. എങ്കിലേ അവർക്ക് അവരുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പം മറ്റാർക്കും ഇല്ലാത്ത ഒരു സ്ഥാനവും മാനവും ഒക്കെ കോൺഗ്രസ്സിൽ ഇവർക്കൊക്കെ കിട്ടുന്നുണ്ട്. ജയറാം രമേശിനും മല്ലികാർജുന ഖാർഗെയ്ക്കും KC വേണുഗോപാലിനും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ അതുകൊണ്ട് തന്നെ ഈ ബിംബനിർമ്മിതിയിൽ അവർ തങ്ങളുടെ റോള് അവർ ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ട്. അതില്ലെന്ന് പറയാൻ സാധിക്കില്ല. ഈ പറഞ്ഞ ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികളെ വരുതിക്ക് നിർത്താനും അവരോട് വിലപേശാനും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കൃത്യമായിട്ട് കോൺഗ്രസ്സിന് അവിടങ്ങളിലെല്ലാം ഒരു ഇടമുണ്ടാക്കാൻ. ഇപ്പോൾ ബീഹാറിൽ ഒരുപാട് ഞെരുക്കിയാൽ മുറുക്കിയാൽ ലാലു പ്രസാദും അദ്ദേഹത്തിൻ്റെ പാർട്ടി RJDയും പറയും പോയി പണി നോക്ക് എന്ന് പറഞ്ഞ് കോൺഗ്രസ്സിനെ അങ്ങ് പുറന്തള്ളും. അവിടെ രാഹുലിൻ്റെ പച്ചയിലാണ് ഏതാനും സീറ്റുകൾ അവിടെ കിട്ടുന്നത് കോൺഗ്രസ്. അതുപോലെ തന്നെ UP-യിൽ അഖിലേഷ് യാദവ് ഉള്ളത് കൊണ്ടാണ്, SP സമാജ്വാദി പാർട്ടി ഉള്ളത് കൊണ്ടാണ് ഇന്ന് അവിടെ കോൺഗ്രസ് പഴച്ചു പോകുന്നത്. നമുക്കറിയാം ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും മമതയും ഇവരെ അടുപ്പിക്കുന്നില്ല. അവർ ഇടതുപക്ഷം അവിടെ ഇപ്പോൾ മറ്റേ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്നുള്ള അവസ്ഥയിൽ എങ്ങു പോയി വെള്ളത്തിൽ വരച്ച വര പോലെ മാഞ്ഞുപോയ CPM-നെ കൂട്ടുപിടിച്ചിട്ടാണ് ബംഗാളിൽ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. തമിഴ്നാട്ടിലെ കഥ പറയണ്ട. ഈ സ്റ്റാലിൻ ഇട്ടുകൊടുക്കുന്ന ഭിക്ഷയാണ്. ഈ മറ്റേ നായ്ക്കൾക്ക് ബിസ്ക്കറ്റ് എറിഞ്ഞു കൊടുക്കുന്നത് പോലെ ഏതാനും സീറ്റുകൾ ഇങ്ങനെ കോൺഗ്രസ്സിന് എറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതാണ് അവസ്ഥ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഈ കോൺഗ്രസ് നിലനിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ രാഹുൽ ചെയ്യേണ്ടത്, രാഹുൽ പറഞ്ഞ ആരോപണങ്ങളിൽ സത്യമുണ്ട്, രാഹുലിന് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ അദ്ദേഹം സത്യവാങ്മൂലത്തോടുകൂടി പരാതി കൊടുക്കാൻ തയ്യാറാകണം. അല്ലെങ്കിൽ സ്ഥാനം രാജിവെച്ച് ഒരു തുറന്ന നിയമയുദ്ധത്തിലേക്ക് പോകണം. രാഹുൽ പറയുന്നതിനകത്ത് സത്യമുണ്ടെങ്കിൽ രാഹുൽ രാജിവെച്ചൊരു നിയമയുദ്ധത്തിന് ഇറങ്ങിയാൽ BJP വലിയ പ്രതിരോധത്തിലാവും. കാരണം ജനങ്ങളിൽ കുറേയെങ്കിലും രാഹുലിൻ്റെ വാക്കുകളെ വിശ്വസിക്കും, അംഗീകരിക്കും. അയാൾ രാജിവെച്ചിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്, അപ്പോൾ അതിനകത്ത് എന്തോ കാര്യങ്ങളുണ്ട് എന്ന് നിഷ്പക്ഷരായ വോട്ടർമാർ വലിയൊരളവിൽ വിശ്വസിക്കും. അതൊന്നും ചെയ്യാതെ രാഹുൽ ഈ പറയുന്നത് പോലെ ഇങ്ങനെ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്ന വിധത്തിൽ ആരോപണങ്ങൾ മാത്രം ഇങ്ങനെ തള്ളിവിട്ടുകൊണ്ടിരിക്കുക. ഇത് എത്ര കാലം ഇവർക്കിങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? ആ ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഏതാണ്ട് ഈ വലിയ ആറ്റം ബോംബ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന സാധനം നനഞ്ഞ പടക്കമായി പോയി എന്നുള്ളതാണ് സത്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.